വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാ വർക്കേഴ്സ് യൂണിയൻ CITU എടക്കാട് അഞ്ചരക്കണ്ടി ഏരിയ കമ്മിറ്റികൾ സംയുക്തമായി ഇരുവേരി CHCയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CITU അഞ്ചരക്കണ്ടി ഏരിയ കമ്മിറ്റി അംഗം വി സുരേഷൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരായ രോഗികളെയായാലും അതുപോലെ തന്നെ സാധാരണ നാട്ടുമ്പുറത്തുകാരെ ആശുപത്രിയിലേക്ക് എത്തിക്കുക, അതിനുള്ള ബോധവൽക്കരണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പദ്ധതിക്ക് 2005 ഇന്ത്യ സർക്കാർ രൂപം നൽകിയത്. 2005 രൂപം നൽകിയെങ്കിൽ കേരളത്തിൽ നടപ്പിലാക്കിയത് 2010 ആ സ്കീം നടപ്പിലാക്കിയത്. ആശാ വർക്കർമാർ എന്ന് പറയുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ ശമ്പളത്തിലോ അല്ലെങ്കിൽ വലിയ ആനുകൂല്യത്തിലോ തൊഴിൽ ചെയ്യുന്ന ഒരു വിഭാഗമല്ല എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ 6500 7000 ഉറുപ്പിക നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം. ആ 7000 ഉറുപ്പിക കിട്ടണമെങ്കിൽ ഇന്ന മേഖലയിൽ ഇന്ന ജോലികൾ നിങ്ങൾ ചെയ്തു കൊള്ളണമെന്ന് പറയുന്ന നിബന്ധനകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് ഈ വേതനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ തുച്ഛമായ എടുക്കുന്ന ജോലിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യുന്ന ഒരു വിഭാഗമായിട്ടാണ് ഇന്ത്യയിലും. കേരളത്തിൽ 6500 കിട്ടിയാൽ 7000 കിട്ടുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എടുത്തു വെച്ച് നോക്കുമ്പോൾ അത്രയേറെ ആശാ വർക്കർമാർക്ക് കിട്ടുന്നില്ല. ഇപ്പം കഴിഞ്ഞ 2013 ഒരു 1000 ഉറുപ്പികയുടെ വർധനവുണ്ടായെന്നാണ് തോന്നുന്നത്. ആ 2013 ഒരു 1000 ഉറുപ്പികയുടെ വർധനവ് കേരളത്തിൽ മാത്രം ഉണ്ടായതാണ്. എന്നാൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വർധനവോ ആനുകൂല്യങ്ങളോ ഇല്ലാതെ ഇതേപോലുള്ള പ്രവൃത്തി നടത്തുന്ന എല്ലാ ആശാ വർക്കർമാരുടെ ജോലി ചെയ്യുന്ന സർക്കാർ നിഷ്കർഷിക്കുന്ന ഉത്സവ ബത്ത 5000 രൂപ അനുവദിക്കുക, പെൻഷൻ പ്രായം 65 വയസ്സും പിരിയുമ്പോൾ 5 ലക്ഷം രൂപയും പെൻഷൻ 5000 രൂപയും ഓണറേറിയം 15000 രൂപയും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ആശാ വർക്കേഴ്സ് യൂണിയൻ ജോയിന്റ് സെക്രട്ടറി VV ദീപ അധ്യക്ഷത വഹിച്ചു. ആശാ വർക്കേഴ്സ് യൂണിയൻ അഞ്ചരക്കണ്ടി ഏരിയ സെക്രട്ടറി C സബിത സ്വാഗതം പറഞ്ഞു. K ശാന്ത, VV ശ്രീജ എന്നിവർ സംസാരിച്ചു.